എന്താ ഇവിടെ ഒരു ബഹളം? ദേ നോക്ക് നിങ്ങളുടെ മോൻ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേന്ന്. സ്കൂളിൽ നിന്ന് ഏതോ പെങ്കൊച്ചിനെയും കൂട്ടിയാവാൻ വന്നേക്കുന്നേ. നിന്റെ മോനല്ലേ? ദേ എന്റെ വായിന്ന് വല്ലതും കേക്ക് നിങ്ങള്. നിങ്ങളൊന്ന് നിർത്തുവോ? ഞാനൊന്ന് പറയട്ടെ. ഏതാടാ മോനെ ഈ കൊച്ച്? ഇത് റേച്ചൽ, എന്റെ ഗേൾ ഫ്രണ്ടാ പാപ്പ. എന്തിനാടാ നീ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതിനെ വീട്ടിൽ അന്വേഷിക്കില്ലേ? മോള് വീട്ടിലെ നമ്പര് പറ, ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്റെ ഫോൺ തരുവാണേല് ഞാൻ വിളിച്ചു പറയാം. അവര് വന്നെന്ന് തോന്നുന്നു. ഓ, നിങ്ങളാണോ വന്നേ? അല്ല, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ ആവോ? അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? കുറച്ച് തിരക്കായി പോയതുകൊണ്ടല്ലേ ഞങ്ങള് വരാഞ്ഞേ. വാ, അകത്തേക്ക് വാ. ഇച്ചായ, പ്രതീക്ഷിക്കാത്ത രണ്ട് അതിഥികളാ വന്നേക്കുന്നേ. എടാ, റേച്ചൽ ശരിക്കും നിങ്ങളുടെ മോളാ? അതെ, സത്യത്തില് ഇന്നിങ്ങോട്ട് വരണമെന്ന് ഞങ്ങൾ വിചാരിച്ചല്ല. സാറ്റർഡേ വരാന്നാ കരുതിയത്. പക്ഷേ റിച്ചു റീനുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാ പിന്നെ വരാതെ പറ്റില്ലല്ലോ. അല്ല, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് സ്കൂളിൽ പോയി തുടങ്ങിയോ? ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തതിന്റെ പിറ്റേന്ന് തൊട്ട് സ്കൂളിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ആക്കി. അതുകൊണ്ട് എങ്ങോട്ടേലും പോണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിലേ പറ്റൂ. മുൻപൊന്നും സ്കൂളിൽ പോവാന് ഇവിടെ ഇത്രയും വാശി കാണിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ദിവസം റിച്ചുവിനെ അവിടെ വെച്ച് കണ്ടു. അതുകൊണ്ടാ അവള് ഒരു മടിയും കൂടാതെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ. ആഹാ, രണ്ടും ഒരുപോലെയാ? ഇന്നിനി നിങ്ങൾ തിരിച്ചു പോണ്ട, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. പപ്പ, ഞാനും റീനുവും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കട്ടെ? എന്തിനാടാ മോനെ ഒളിച്ചോടുന്നേ? നിങ്ങളുടെ കല്യാണത്തിന് ഇവിടെ എല്ലാരും സമ്മതിച്ചതല്ലേ? അതല്ല പപ്പ, ഇപ്പോ ഇതല്ലേ ട്രെൻഡ്. അത് മാത്രമല്ല, ഒളിച്ചോടുമ്പോ കിട്ടുന്ന ഒരു ത്രില്ല് അല്ലാതെ കല്യാണം കഴിക്കുമ്പോ കിട്ടില്ലല്ലോ. ചെറുക്കൻ അവളെ അതുപോലെ പഠിച്ചു വെച്ചേക്കുവാ. അവള് കിഡ്നാപ്പ് ചെയ്ത് കല്യാണം കഴിച്ചെങ്കിൽ ഇവിടെ ഇവൻ ഒളിച്ചോടാൻ നിൽക്കുന്നു. ഇതിന്റെയൊക്കെ അവസാനം എന്താവോ എന്തോ. ഇച്ചായ, കുറച്ചു കഴിയുമ്പോ ചെവിനും നീയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാരേജിനെ കുറിച്ച് സംസാരിക്കാന്. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണ്ടേ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒളിച്ചോടി പോവാൻ നിൽക്കുന്നവന് എന്തിനാ മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്? ഒളിച്ചോടി പോവാനോ? ആരുടെ കൂടെ? വേറെ ആരുടെ കൂടെയാ? റീനുവിന്റെ കൂടെ തന്നെ. ഇപ്പൊ ഇതാ ട്രെൻഡ് എന്ന് അവൻ പറയുന്നത്. ഈ ചെക്കൻ ഇത് എന്തിന്റെ കേടാ? ഒളിച്ചോടി അവന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. അല്ലേ തന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ വെച്ച് നിർത്തിക്കോ നിങ്ങള്, അല്ലെങ്കിൽ അവന്റെ മുട്ടുകാലിന് പകരം നിങ്ങളുടെ മുട്ടുകാലി തല്ലിയൊടിക്കും. എടാ, ഇത് കുഴപ്പമാവോ? എന്ത് കുഴപ്പം? ഇതൊക്കെ രസമല്ലേ? അത് മാത്രമല്ല, ഞാനില്ല എന്റെ കൂടെ. നീ കൂടെയുള്ളതാ എന്റെ ആകെയുള്ള പേടി. ഡ്രസ് എടുക്കാൻ പോയ പിള്ളേരെ കണ്ടില്ലല്ലോ ഇതുവരെ. എന്നാ ഞാനൊന്ന് വിളിച്ചു നോക്കാം. അവര് ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ദേ, റിച്ചുവിന്റെ ഒരു മെസ്സേജ്. എന്താ മെസ്സേജിലുള്ളേ? എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങള് പോകുക, 2 ദിവസം കഴിഞ്ഞു വരാം. ഒളിച്ചോടി കല്യാണം കഴിച്ചേച്ച്. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഫിക്സ് ചെയ്ത ഡേറ്റില് കല്യാണം കഴിക്കാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഇപ്പൊ പോയേച്ച് വരാം. ടാറ്റാ. എന്റെ കർത്താവേ, ചെക്കനെ കൊണ്ട് തോറ്റു ഞാൻ. പിള്ളേര് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഇവളുടെ അല്ലേ മോൻ, ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളിത് കുറെ നാളായല്ലോ എന്റെ മോൻ എന്ന് പറയുന്നു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ കാല് ഞാൻ തല്ലിയൊടിക്കുന്ന നേരത്തെ പറഞ്ഞതല്ലേ. എന്നിട്ട് വീണ്ടും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
എടാ ടെമിനെ, ഞാനും 2 ദിവസം കഴിഞ്ഞ് വരാം. നിക്ക് മനുഷ്യ അവിടെ. നിക്കില്ലടി ഞാൻ.